ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം. ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കൈപ്പുതാനുമേ. ആത്മാന്വേഷണത്തിൻ്റെ ഒരു ചിന്താശകലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കവി കുമാരനാശാൻ്റെ വരികളാണ് ഇപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം. ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കൈപ്പുതാനുമേ. ഏത് കൂരിരുട്ടും കാലക്രമത്തിൽ വെളിച്ചം ആയി മാറിയേക്കാം. ഏത് ഇരുട്ടിനെയും വെളിച്ചമാക്കാൻ കാലപ്പഴക്കം കൊണ്ടുള്ള ശ്രമം കൊണ്ട്, മനോഭാവം കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കയ്പ് താനുമേ. എത്ര കടുത്ത കയ്പാണെങ്കിലും നാം അവയെ സ്വന്തമായ പരിശീലനം കൊണ്ട്, പരിചയം കൊണ്ട്, നമ്മുടെ മനോഭാവം കൊണ്ട് ഏത് കയ്പിനെയും നമുക്ക് മധുരതരമാക്കി, ആസ്വാദ്യകരമാക്കി മാറ്റാൻ കഴിയും. വിധിയോട് ഏറ്റുമുട്ടി പരാജയം അടഞ്ഞ് ജീവിതത്തിൽ തോറ്റുപോകുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന വരിയാണ് ഇത്. ഏത് ഇരുട്ടിലും വെളിച്ചം കണ്ടെത്താൻ നമ്മുടെ മനോഭാവം കൊണ്ട്, കാഴ്ചപ്പാടുകൊണ്ട് കഴിയും എന്നാണ് കുമാരനാശാൻ ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. എത്ര കടുത്തതായ ദുഃഖകരമായ അനുഭവങ്ങളാണെങ്കിലും അതിനെയൊക്കെ മധുരതരമാക്കി മാറ്റാൻ നമ്മുടെ പരിശീലനം കൊണ്ട്, മനോഭാവം കൊണ്ട് കഴിയും. ജീവിതത്തിൽ വിപരീതങ്ങളായ പല അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. ദുരിതങ്ങളും ദുഃഖങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളും വരുമ്പോൾ അവയോട് ഏറ്റുമുട്ടി പൊരുതാൻ ശേഷിയില്ലാതെ ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നവർ ധാരാളം പേരുണ്ട്. അവരൊക്കെ ഈ ഒരു വരിയുടെ ആശയം മനസ്സിലാക്കിയാൽ അവർക്ക് സ്വയം ബോധ്യമാകും, ഏത് ഇരുട്ടിലും വെളിച്ചത്തിൻ്റെ ഒരു കണികയുണ്ട്. ഏത് ഇരുട്ടിലും പരിശീലനം കൊണ്ട് നമുക്ക് വെളിച്ചത്തെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. അതുപോലെ തന്നെയാണ് ഏത് കടുത്തതായ കയ്പാണെങ്കിലും അതിൽ ഒരു മധുരം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞേക്കാം. അതിൽ നിന്ന് മധുരം കിനിയുന്ന അനുഭവം നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തിലുള്ള, കാഴ്ചപ്പാടിലുള്ള, നിലപാടിലുള്ള മാറ്റമാണ് നമുക്കാവശ്യം. ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമായി കാണാൻ കഴിയണം. അതിനാവശ്യമായ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ നാം രൂപപ്പെടുത്തേണ്ടതാണ്. ജീവിതം ചിലപ്പോൾ പ്രതികൂലമായേക്കാം. അപൂർവമായും മാത്രമേ അനുകൂല ഘടകങ്ങൾ വരികയുള്ളൂ എന്ന് വിചാരിക്കുക. എങ്കിലും നമുക്കിവിടെ ജീവിച്ചിരുന്നേ മതിയാവൂ. നമുക്ക് ഇവിടെ പ്രകൃതി അഥവാ വിധി നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയം അത്രയും നാം ഇവിടെ ജീവിച്ചേ മതിയാവൂ. നമുക്ക് ചിലപ്പോൾ സുഖാനുഭവങ്ങളായിരിക്കും ലഭിക്കുക, ചിലപ്പോൾ ദുഃഖാനുഭവങ്ങളായിരിക്കും. ചില ആളുകൾ എല്ലാവിധമായ സുഖലോലുപതയുടെയും മടിത്തട്ടിൽ ജനിച്ചവരുണ്ടാവും. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെ ജന്മനാലെ സുഖത്തിൻ്റെ കളിത്തൊട്ടിലിൽ ജനിച്ച് ജീവിച്ച് വളർന്നു പോകുന്ന ആളുകൾ ഉണ്ട്. പക്ഷേ അപൂർവമാണ് അങ്ങനെയുള്ള ആളുകൾ. അതേസമയം ബഹുഭൂരിപക്ഷം ആളുകൾക്കും ജീവിതം കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. പരുക്കൻ പാതയിലൂടെയുള്ള കഷ്ടത നിറഞ്ഞ സഞ്ചാരമാണ് പലർക്കും ജീവിതം. അങ്ങനെയുള്ള കഷ്ടതകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും നാം മനസ്സ് മടുത്ത് ഇത് വേണ്ടിയിരുന്നില്ല, ഈ ജീവിതം ഒരു ഭാരമാണ് എന്നുള്ള തോന്നലിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാൻ പാടില്ല. അതിനു മുൻപായി നാം ഏത് കഷ്ടതയെയും പരിശീലനത്തിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവയുടെ തീവ്രത കുറയ്ക്കാൻ കഴിയും എന്നാണ് കുമാരനാശാൻ ഈ വരികളിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം. ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കയ്പുതാനുമേ. ഈ വരികൾ കൂടി നാം മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലെ ഏത് കഷ്ടതയെയും നമുക്ക് അനുകൂലമാക്കി മാറ്റി, ആസ്വാദ്യകരമാക്കി മാറ്റി ഇവിടെ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ ഒരു ചിന്ത ഏവരുടെയും സമക്ഷത്തിലേക്ക്
അവതരിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.